തിരുവനന്തപുരം കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് വിജയം നരേന്ദ്രമോദി ബംഗാളിലും ആസാമിലും ഇന്നലെ പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന യോഗത്തിൽ വരെ പറയുകയാണ്. അതിനിടയിലാണ് ബീഹാറിന്റെ ചുമതല ഉണ്ടായിരുന്ന വിനോദ് താവഡെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തുവാനും നിരീക്ഷിക്കുവാനുമായി നിയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ദേശീയ നേതൃത്വം കേരളത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമായി കാണുന്നുണ്ടോ? ഇവിടെ അധികാരത്തിൽ എത്താമെന്ന ഒരു ആ ലക്ഷ്യമുള്ളത് കൊണ്ടല്ലേ ഇത്രയും പ്രധാനപ്പെട്ട ഒരു നേതാവിനെ തന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്? കേരളത്തിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPക്ക് പൊതുവിൽ ഉണ്ടായ വിജയം, വിശേഷിച്ചും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണത്തിൽ വരാൻ കഴിഞ്ഞ ആ സംഭവം BJP ദേശീയ തലത്തിൽ വലിയ തോതിൽ ചർച്ചയാക്കുന്നുണ്ട്. അതായത് പാർട്ടിക്ക് എപ്പോഴും ഉണ്ടായിരുന്ന ഒരു നാണക്കേട് എന്ന് പറയുന്നത്, കേരളം പോലുള്ള സംസ്ഥാനത്ത് BJPക്ക് വേറൊപ്പം കഴിഞ്ഞില്ല. പലപ്പോഴും ഇവിടെയുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുന്നൊരു ചോദ്യമായിരുന്നു. അതിൽ നിന്ന് വലിയൊരു ആശ്വാസമായിരുന്നു BJP കിട്ടിയത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ സൂചികകളിലും മുൻനിര നിൽക്കുന്ന കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തും BJPക്ക് വേരോട്ടമുണ്ട്, അവിടെയും BJP വേണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന തരത്തിൽ BJP നേതാക്കൾ, പ്രധാനമന്ത്രി അടക്കം എല്ലാ യോഗങ്ങളിലും ചെയ്യുന്നത് അതിനെക്കുറിച്ച് കൂടുതൽ ഈ പറഞ്ഞ പോലെ പ്രചാരം കൊടുക്കുന്നത്. വെസ്റ്റ് ബംഗാളിലെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ അദ്ദേഹം സംസാരിച്ചു. കഴിഞ്ഞ ദിവസം നിതിൻ നബീൻ്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ അദ്ദേഹം തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ്റെ വിജയത്തെക്കുറിച്ച് പരാമർശിച്ചു. അതുകൂടാതെ അമിത്ഷാ വളരെ വിശദമായിട്ട് അദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു, ഈ തിരുവനന്തപുരം വിജയത്തെക്കുറിച്ച്. കാരണം 20% വോട്ടിൽ നിന്നും ഇനി നമ്മുടെ വളർച്ച ദ്രുതഗതിയിലായിരിക്കും, ഒരു കുതിച്ചുചാട്ടമായിരിക്കും ഉണ്ടാവും. അതായത് 30-35% ഈ 24 തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ BJPയുടെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ പോകുന്ന അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അമിത്ഷാ പറയുമ്പോൾ നമുക്കതിനെ തമാശയായിട്ട് കാണേണ്ടതില്ല. കാരണം എത്രയോ തെരഞ്ഞെടുപ്പുകൾ, സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ നടത്തിയ അനുഭവ സമ്പത്തുള്ള ഒരു മനുഷ്യനാണ്. തീരെ ഗതിയില്ലാത്ത, കേരളത്തെ പോലെ സ്കോപ്പില്ലാത്ത ത്രിപുരയിൽ പോലും BJPയുടെ ഭരണം കൊണ്ടുവരാൻ കഴിഞ്ഞ വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ വളർച്ചയുടെ ഗ്രാഫ് കൃത്യമായിട്ട് പഠിക്കുകയും വിശകലനം ചെയ്യും, അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്ത്രങ്ങൾ രൂപീകരിക്കുകയും ചെയ്ത ഒരു പ്രസിഡൻ്റായിരുന്നു അമിത്ഷാ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇനി കേരളത്തിലുണ്ടാകാൻ പോകുന്നത് ദ്രുതഗതിയിലുള്ള വളർച്ച എന്ന് പറഞ്ഞാൽ നമ്മളതിനെ അവിശ്വസിക്കേണ്ടതില്ല എന്നാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. മറ്റൊരു കാര്യം, ഈ നിതിൻ നബീൻ ഇപ്പോൾ ചുമതലയേറ്റതിന് ശേഷം തിരഞ്ഞെടുപ്പ് സംസ്ഥാനങ്ങളിലൊക്കെ ഈ ചുമതലക്കാരെ തീരുമാനിച്ചു. അതിൽ കേരളത്തിൻ്റെ ചുമതല വിനോദ് താവഡെ എന്ന് പറയുന്ന BJPയുടെ ജനറൽ സെക്രട്ടറിക്കാണ് കൊടുത്തിരിക്കുന്നത്. അതെ, മഹാരാഷ്ട്രക്കാരനാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്രത്തോളം പ്രാധാന്യം കേരളത്തിന് BJP കൊടുക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ വസ്തുതയാണ്. കാരണം വിനോദ് താവഡെ നേരത്തെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ പലരും ആ പേര് കേട്ടിട്ടുണ്ടാവില്ല. പക്ഷെ അദ്ദേഹം മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ ദേശീയ തലത്തിൽ BJPയുടെ ദേശീയ തലത്തിലും വളരെ പ്രസിദ്ധനായ ഒരു നേതാവാണ്. കുറച്ച് സീനിയർ ആയിട്ടുള്ള. ബീഹാറിലെ വിജയത്തിന് പിന്നാലെ അദ്ദേഹത്തിന്റെ പേര് വലിയ രീതിയിൽ ഉയർന്നു കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം ഈ പഴയ BJP നേതാവുണ്ടല്ലോ പ്രമോദ് മഹാജൻ, ഗോപിനാഥ് മുണ്ടെ തുടങ്ങിയ നേതാക്കളുടെ ശിഷ്യനായിട്ട് പാർട്ടിയിൽ വരികയും വളർന്നു വരികയും ചെയ്തൊരു വ്യക്തിയാണ് താവഡയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സംഘാടന മികവാണ്. ഇപ്പോൾ ഭരണപരമായ കാര്യങ്ങളെക്കാൾ ഉപരി അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ താല്പര്യം എന്ന് പറയുന്നത് ഓർഗനൈസേഷണലായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. സംഘടനയെ വളർത്തുക, സംഘടനാപരമായ ചുമതലകൾ വഹിക്കുക, അതിനെ ഏകോപിപ്പിക്കുക എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ താല്പര്യം. അപ്പോൾ ഈ മഹാരാഷ്ട്രയിൽ അദ്ദേഹം നിലവിൽ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിൽ പോലും അദ്ദേഹത്തിന് അതിനുള്ള ചുമതല ഏറ്റവും കൂടുതൽ കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം, ഈ അടുത്ത കാലത്താണ് BJPയുടെ നേതൃത്വം നിന്നത് ശിവസേനയുടെ കോട്ടയായിരുന്നു. അവിടെ നിന്ന് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ സംഘടനയെ കൃത്യമായിട്ട് നയിച്ചുകൊണ്ട് പോയ ഒരു വ്യക്തിയും കൂടിയാണ് താവഡെ എന്ന് പറയുന്നത്. അദ്ദേഹം മഹാരാഷ്ട്ര അസംബ്ലി കൗൺസിൽ പ്രതിപക്ഷ നേതാവായിരുന്ന മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ ഭരണപരമായ പരിചയവും ഉള്ളൊരു വ്യക്തിയാണ്. മഹാരാഷ്ട്ര പോലുള്ളൊരു സംസ്ഥാനത്തിൽ പാർട്ടിയെ വളർത്തിക്കൊണ്ട് നേതാവിനെ സംബന്ധിച്ചിട്ട് കേരളം സമാനമായ സാഹചര്യം നേരിടുന്ന ഒരു പ്രദേശമാണ് എന്ന് പാർട്ടിക്ക് ദേശീയ തലത്തിൽ ബോധ്യമുണ്ട്. അതുകൊണ്ടായിരിക്കാം താവഡയ്ക്ക് ചുമതല കൊടുത്തത്. മാത്രമല്ല, നേരത്തെ ഉണ്ടായിരുന്ന ചുമതലക്കാരെ മാറ്റാനുള്ള കാരണം എന്ന് പറയുന്നത് അവർ കുറേ പഴക്കം വന്നതാണ്. കേരളത്തിലെ നേതാക്കളൊക്കെ ആയിട്ട് വലിയ പരിചയമുള്ള ആളാണ്. അങ്ങനെ വേണ്ട, ഒരു പുതിയ ആൾ വരട്ടെ, അങ്ങനെ ഒരാൾ വന്നാൽ മാത്രമേ സംഘടനയുടെ പ്രശ്നങ്ങൾ, തെരഞ്ഞെടുപ്പ് പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ കഴിയൂ എന്ന് മനസ്സിലാക്കിയിട്ടാവണം താവഡെ. ബീഹാർ എന്ന സംസ്ഥാനത്തിന്റെ പ്രാധാന്യം അറിയാം. കേന്ദ്രത്തിൽ BJP ഭരണം നടത്തണമെന്ന് തീരുമാനിക്കുന്നത് ബീഹാറാണ്, കേവല ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ആ ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനത്തിന് ചുമതല ഉണ്ടായിരുന്ന ഒരു പ്രഭാരിയാണ് കേരളത്തിലേക്ക് നിയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അത്രത്തോളം പ്രാധാന്യം എന്തുകൊണ്ട് നൽകുന്നു? അതിനാണ് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ, അതായത് കേരളം എന്ന് പറയുന്നത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും വെച്ചിട്ട് എല്ലാ സൂചികകളിലും മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്.
അപ്പോൾ BJP ഞങ്ങളിവിടെ അടുപ്പിക്കില്ല എന്നാണ് കോൺഗ്രസും ഇവിടെയുള്ള ഇടത് പാർട്ടികൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ BJPക്ക് യോജിച്ച വളക്കൂറുള്ള മണ്ണല്ല കേരളം. ഇവിടുത്തെ ജനങ്ങൾ ഈ മതേതരരാണ്. അതുകൊണ്ട് അവർ ഈ പറഞ്ഞതുപോലെ വർഗീയ സ്വഭാവമുള്ള BJPയെ അവർ സ്വീകരിക്കില്ല എന്നൊക്കെയാണ് ഈ രണ്ടു കൂട്ടരും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ആ ഒരു പറച്ചിൽ അസ്തമിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി നമുക്ക് മനസ്സിലായി. കാരണം ജനങ്ങൾ BJP ആഗ്രഹിക്കുന്നു എന്നാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട വസ്തുത. ഇപ്പോൾ സംസ്ഥാനത്തെ കോർപ്പറേഷൻ പിടിക്കാൻ കഴിഞ്ഞുവെങ്കിൽ തലസ്ഥാനം പിടിച്ചാൽ സംസ്ഥാനം പിടിക്കാൻ കഴിയുമെന്നൊരു ചൊല്ല് പണ്ടേ തന്നെ കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പ് യത്നത്തിലുണ്ട്. അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ വലിയ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് BJP 26-ലെ തെരഞ്ഞെടുപ്പിനെ ശ്രമിക്കുന്നത്. പഴയതുപോലുള്ള ഒരു വെറുതെ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനല്ല, ഭരണം പിടിക്കുക എന്നുള്ള ഉദ്ദേശത്തോട് തന്നെയാണ് അവരെന്ത് ചെയ്യുന്നത്, കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ഈ സംഘാടന മികവുള്ള ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ ബീഹാർ അടക്കമുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല വഹിക്കുകയും അവിടെ പാർട്ടിയെ വീണ്ടും വിജയത്തിലേക്ക് കൊണ്ടുവരികയും BJPക്ക് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിക്കൊടുക്കുകയും ചെയ്ത വിനോദ് താവഡേക്ക് സ്വാഭാവികമായിട്ടും കേരളം ഒരു പാരിയാറമല ആയിരിക്കില്ല എന്നാണ് നമുക്ക് വിശ്വസിക്കേണ്ടത്. പക്ഷെ നാം ഇങ്ങനെ കണക്കുകൾ സൂചിപ്പിക്കുമ്പോഴും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ വലിയ കുറവാണ് സംഭവിച്ചിരിക്കുന്നത്. അല്ല, അത് തന്നെ അതൊരു പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് അതിൻ്റെ വോട്ടിംഗ് പാറ്റേൺ തന്നെ വളരെ വ്യത്യസ്തമാണ്. ലോക്സഭയിൽ ചെയ്യുന്ന തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് പാറ്റേൺ അല്ല നിയമസഭയിൽ വരിക, അതല്ല ഈ പറഞ്ഞതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വരിക. നിയമസഭ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സംസ്ഥാനം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. സ്വാഭാവികമായിട്ടും ജനങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി, അല്ലെങ്കിൽ ഞങ്ങൾ ആരാണ് നയിക്കേണ്ടത്, കേരളത്തിൻ്റെ ഭാവിക്ക് ആരാണ് ഏറ്റവും നല്ലത്, ഇവിടെയുള്ള ചെറുപ്പക്കാർക്ക് ആരാണ് ഭരിക്കുന്നതാണ് നല്ലത് എന്ന് ജനം തീരുമാനിച്ച് വോട്ട് ചെയ്യുന്ന ഒരേ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റ് തെരഞ്ഞെടുപ്പായിട്ട് താരതമ്യം ചെയ്യുന്നതിൽ അർത്ഥമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാഹളം മുഴങ്ങുമ്പോൾ നിലവിൽ തന്നെ BJP ആൾറെഡി ഓൺ ദ ഗ്രൗണ്ടാണ്, അവർ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതേസമയം ദേശീയ നേതൃത്വത്തിൽ നിന്നും നിർദ്ദേശങ്ങളും കൃത്യമായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ചുമതലക്കാരടക്കം വരുന്നതോടുകൂടി നാളെ മുതൽ തന്നെ കേരളത്തിലെ BJPയുടെ തെരഞ്ഞെടുപ്പ് രംഗം സജീവമാവും എന്നുള്ള പ്രതീക്ഷിക്കാൻ. കാരണം ചുമതലയേറ്റെടുത്ത് കഴിഞ്ഞാൽ അദ്ദേഹം ഉടൻ തന്നെ ഇവിടെ നാട്ടിൽ വരും, അതിൻ്റെ പരിപാടികൾ ആരംഭിക്കും. മറ്റ് രണ്ട് പാർട്ടികളെക്കാളേറെ വളരെ ബഹുദൂരം മുന്നിൽ ആദ്യമേ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ മുന്നോട്ട് പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് തന്നെ ഈ പറഞ്ഞതുപോലുള്ള കേരളത്തെ സീരിയസ് ആയിട്ട് കാണുന്നുള്ളതാണ്. മാത്രമല്ല ഇപ്പോഴും ഈ രണ്ട് മുന്നണികളും ശക്തമാണല്ലോ, ഇടത് വലത് മുന്നണികൾ ശക്തമാണ്. അപ്പോഴും ഒരു മൂന്നാമതൊരു മുന്നണിക്ക് അങ്ങനെ ബീഹാർ പിടിച്ച നേതാവ് വന്നാൽ പിടിച്ചെടുക്കാൻ കഴിയുമോ? അല്ല, രണ്ട് മുന്നണികളും ശക്തമാണ്. അതുപോലെ ശക്തമാണ് ഇപ്പോൾ മൂന്നാമത്തെ മുന്നണിയായ NDA. അവരോടൊപ്പം ശക്തി ഇല്ലെങ്കിൽ പോലും ആ ശക്തിയിലേക്ക് എത്താൻ കഴിയുന്ന രീതിയിൽ ഈ പാർട്ടി വളർന്നുകൊണ്ടിരിക്കുകയെന്നാണ് ചരിത്രം വ്യക്തമാക്കുന്നത്. അതേസമയം മറ്റു രണ്ട് കക്ഷികളും തളർന്നുകൊണ്ടിരിക്കുകയാണ്. LDFും UDFും തളർന്നിട്ടുണ്ട്. LDFിൻ്റെ പെർഫോമൻസ് നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ കണ്ടതാണ്. ഈ സർക്കാർ വന്നതിന് ശേഷമുള്ള എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും അവർ തോറ്റു. ഒരു നിലമ്പൂരിലുള്ള മറ്റെല്ലാ സ്ഥലങ്ങളിലും അവർ തോറ്റു തുന്നമ്പാടി എന്നുള്ളതാണ്. അതുപോലെ ചേലക്കര മാത്രം, നിലമ്പൂരിലെ ചേലക്കര, ബാക്കി എല്ലാ തെരഞ്ഞെടുപ്പും അവർ തോക്കുകയാണ് ചെയ്തത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അമ്പേ പരാജയപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ മാത്രമല്ല ജനങ്ങളിൽ വലിയ തോതിലുള്ള ഈ ആൻറ്റി ഇൻകംബൻസി വികാരമുണ്ട്, ഭരണവിരുദ്ധ വികാരം. അപ്പോൾ അതുകൊണ്ട് തന്നെ LDFിന് അതിനകത്തുള്ള ആഭ്യന്തര പ്രശ്നം കൊണ്ട്, ശബരിമല കൊള്ളയുടെ പ്രശ്നം കൊണ്ട്, അങ്ങനെ 100 പ്രശ്നങ്ങളിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഇതേ അവസ്ഥ തന്നെയാണ് അപ്പുറത്ത് UDFിനും ഉള്ളത്. അപ്പോൾ ഈ ഗ്യാപ്പിലേക്കാണ് NDA നടന്നു കയറുന്നത്, അല്ലെങ്കിൽ വളർന്നു കയറുന്നത്. അതാണ് ഈ കേന്ദ്ര നേതൃത്വത്തിന് മനസ്സിലായിട്ടുണ്ടോ കേരളത്തിൽ ഒരു വളക്കൂറുള്ള മണ്ണായി രൂപപ്പെട്ടു, അതുകൊണ്ടാണ് ഇത്രയും പ്രധാനപ്പെട്ട നേതാവിനെ ഇങ്ങോട്ട് നിശ്ചയിച്ചത്, അങ്ങനെയാണോ കാര്യം? തീർച്ചയായിട്ടും. ഇപ്പോൾ വളരെ അനുകൂലമായ സാഹചര്യമാണ് BJPക്ക് കേരളത്തിലുള്ളത് എന്ന് ദേശീയ നേതൃത്വം കണക്കൂട്ടുന്നുണ്ട്. ആ കണക്കൂട്ടലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞ പോലെ വിനോദ് താവഡേക്ക് ഇവിടെ ചുമതല നൽകിയിരിക്കുന്നത്. മാത്രമല്ല മറ്റൊരാൾക്ക് സഹകരണ ചുമതല എടുത്തുന്നത് ശോഭാ കരന്തലജ, കർണാടകക്കാരിയാണ്, നിലവിൽ കേന്ദ്രമന്ത്രിയാണ്, സഹമന്ത്രിയാണ്. അവർക്ക് കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് നല്ല പിടിപാടുള്ളൊരു വനിതയാണ്. മാത്രമല്ല നമ്മുടെ കേരളത്തിൻ്റെ വടക്കൻ ഭാഗം, അതായത് കാസർഗോഡ് മുതലായ ഭാഗങ്ങളിലൊക്കെ അവിടുത്തെ സംഘടനാ ചുമതലയൊക്കെ വഹിച്ചുള്ള ആളും കൂടിയാണ് ശോഭാ കരന്തലജ എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ രണ്ടുപേരും കൂടി ചേരുമ്പോൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗത്തെ സജീവമാക്കാൻ കഴിയും. മാത്രമല്ല 23-ാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വരികയാണ്. അദ്ദേഹം നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ വികസന രേഖ അദ്ദേഹം പ്രഖ്യാപിക്കും എന്ന് പറയുന്നുണ്ട്. അതുമാത്രമല്ല 9 തീവണ്ടികളുടെ ഫ്ലാഗ് ഓഫ് നടക്കുന്നുണ്ട്. അതിലൊന്ന് വന്ദേഭാരത് സ്ലീപ്പർ കേരളത്തിൽ തിരുവനന്തപുരം വഴി ഓടുന്ന ഒരു വണ്ടിയാണ്. മാത്രമല്ല മറ്റു ചില വമ്പൻ പ്രഖ്യാപനങ്ങൾ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായേക്കാം. അപ്പോൾ ഇതൊക്കെ തെരഞ്ഞെടുപ്പ് രംഗത്തെ വലുതായിട്ട് ചൂടുപിടിപ്പിക്കും. ജനങ്ങളിൽ ഒരു പോസിറ്റീവ് ചിന്ത വളർത്തിയെടുക്കാനായിട്ട് സഹായിക്കും. മറ്റ് സംസ്ഥാനങ്ങൾക്കാകെ എന്തുകൊണ്ട് ഞങ്ങൾക്ക് ആയിക്കൂടാ എന്നൊരു മനോഭാവം ജനങ്ങൾ വളർന്നു വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അധികാരത്തിൽ എത്തുന്ന തരത്തിലുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ കേരളത്തിലെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. അത് മുതലെടുക്കലാണ് ഈ വിനോദ് താവഡയുടെ
നിയമനത്തിൽ കൂടി BJP ലക്ഷ്യം വയ്ക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.